അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രസവശേഷമുള്ള ഒരു വയർ ചാടലുണ്ടല്ലോ. സ്ത്രീകൾക്ക് പ്രസവശേഷം അവരുടെ വയറിനെ ശക്തിപ്പെടുത്തുവാനും അത് കണക്ക് തന്നെ ആ ചാടിയ തൂങ്ങിയ വയറിനെ ഷേപ്പാക്കി മാറ്റാനും സഹായിക്കുന്ന കുറച്ച് വ്യായാമങ്ങൾ വളരെ അനായാസം ചെയ്യാവുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, വളരെ സേഫായിട്ടുള്ള വ്യായാമങ്ങൾ. നിങ്ങൾക്ക് ആദ്യം ഇതേപോലെ കിടക്കാം. ഞാൻ ഈ കിടക്കുന്ന 2 കാലുകൾ നിങ്ങൾക്ക് ഇതേപോലെ വെക്കാം ഫ്ലോറിൽ. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഒരു കാൽ ഇതേപോലെ പതുക്കെ മടക്കി ഇതേപോലെ ഓക്കെ ഇതേ ഷേപ്പിൽ നിങ്ങൾക്ക് ഉയർത്താം. ഇതേപോലെ ഓക്കെ, കമോൺ. ഇതേ കണക്ക് നിങ്ങൾ ഓരോ കാലിലും ഒരു 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള വ്യായാമങ്ങളാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് വീട്ടിലിത് ഫോളോ ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വ്യായാമങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ബ്രീത്തിങ്ങും കൂടെ ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങൾ കാല് ഇതേപോലെ മേൽപോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ഓക്കെ ഇതേപോലെ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഔട്ട്. ആ നോർമൽ പൊസിഷൻ നമ്മൾ കാല് താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഓരോ കാലിലും നിങ്ങൾ 10 പ്രാവശ്യം വെച്ചാണ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതേ കണക്ക് നിങ്ങൾക്ക് കാലുകൾ മടക്കി ഉയർത്തി കിടക്കാം. അതിനുശേഷം വളരെ സാവധാനം ഇതേ കണക്ക് ഉയർത്താം. പതുക്കെ താഴോട്ട് കൊണ്ടുവന്ന് ഫ്ലോറിൽ മുട്ടിക്കാം, ഒരു പ്രശ്നവുമില്ല. അതിനുശേഷം വീണ്ടും ഇതേ കണക്ക് നിങ്ങൾക്ക് അപ്പ് ചെയ്യാം. ഇതേപോലെ നിങ്ങളൊരു 10 പ്രാവശ്യം ചെയ്യുക. ഓക്കെ, തുടക്ക സമയത്തിൽ നമുക്ക് 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്താൽ മതിയാകും. ബ്രീത്ത് ഔട്ട് ചെയ്യുക, പതുക്കെ സാവധാനം താഴോട്ട് കൊണ്ടുവരിക, ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ബ്രീത്ത് ഔട്ട്. കാലിൻ്റെ പൊസിഷൻ ഇതായിരിക്കണം. ഓക്കെ, ഇങ്ങനെ മടങ്ങി പതുക്കെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് താഴോട്ട് കൊണ്ടുവരിക. അപ്പ്, ബ്രീത്ത് ഔട്ട്. 1 സെക്കൻഡ് മുകളിൽ വന്നിട്ട് ഒന്ന് ഹോൾഡ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ആ ഒരു വയറിൻ്റെ ആ ഒരു കോർ മസിൽ, ആ ഒരു വയറിൻ്റെ ഭാഗത്തെ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വളരെയേറെ സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. ഓക്കെ, അപ്പം നമുക്ക് മൂന്നാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. മൂന്നാമത്തെ വർക്കൗട്ട് നിങ്ങൾ കാല് ഇതേപോലെ തന്നെ മടക്കി ഇതേ കണക്ക് വെക്കാം. അതിനുശേഷം ഓരോ കാലുകളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ ഓക്കെ ഇതേ കണക്ക് സാവധാനം കൺട്രോൾ ചെയ്ത് ഇതേ കണക്ക് കൊണ്ടുപോവുക. നൈസ്. ഇതേപോലെ ബ്രീത്ത് ഇൻ ചെയ്യുക. മുമ്പോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ബ്രീത്ത് ഇൻ സാവധാനം, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ബ്രീത്തിങ് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ബ്രീത്ത് ഇൻ. ഓക്കെ, നിങ്ങൾ കാല് മടങ്ങി നമ്മുടെ ആ വയറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കാലിലും നിങ്ങൾക്ക് 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. 4ാമത്തെ വർക്കൗട്ട് നിങ്ങൾക്ക് ഫ്ലോറിൽ ഇതേ കണക്ക് കിടന്ന് നിങ്ങളുടെ കാലുകൾ ഇതേപോലെ മടക്കി വെക്കുക. അതിനുശേഷം ഒരു കാല് ഇതേപോലെ നിങ്ങൾക്ക് ഉയർത്താം, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം. ഓക്കെ, ഒരുപാട് നിങ്ങൾ ഉയർത്തണമെന്നില്ല, നിങ്ങൾക്ക് പറ്റുന്നിടത്തോളം ഇതേപോലെ. ഓക്കെ, നൈസ്. സാവധാനം താഴോട്ട് കൊണ്ടുവരാം. ബ്രീത്ത് ഔട്ട് ചെയ്യാം. ബ്രീത്ത് ഔട്ട്. സാവധാനം താഴോട്ട് കൊണ്ടുവന്ന് ബ്രീത്ത് ഇൻ ചെയ്യുക. ബ്രീത്ത് ഇൻ. ഓക്കെ, ബ്രീത്ത് ഔട്ട്. കൺട്രോൾ. സാവധാനം താഴോട്ട് കൊണ്ടുവരിക, ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാം. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന ഈ ഒരു എല്ലാ വർക്കൗട്ടുകളും തന്നെ നിങ്ങളുടെ ആ ഒരു വയറിനെ ഷേപ്പാക്കി മാറ്റാനും നിങ്ങളുടെ ആ ഒരു വയറിൻ്റെ മസിൽസിനെ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുന്ന വ്യായാമങ്ങളാണ്. പ്രത്യേകം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം എടുത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീത്തിങ് തന്നെയാണ്. ബ്രീത്തിങ് കറക്റ്റായിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേ കണക്ക് തന്നെ ഒരുപാട് ഫാസ്റ്റായിട്ട് സ്പീഡിൽ ചെയ്യാനായിട്ട് നിങ്ങളൊരിക്കലും ശ്രമിക്കരുത്. മസിൽസിന് പരമാവധി നമ്മൾ എൻഗേജർ കൊടുത്തുകൊണ്ട് വേണം ചെയ്യാം. നമ്മുടെ അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ മടക്കി ഇങ്ങനെ വെക്കാം. അതിനുശേഷം ഓരോ കാലുകളായിട്ട് പതുക്കെ കൺട്രോൾ ചെയ്ത് ഉയർത്തുക. സാവധാനം പഴയ പൊസിഷൻ, അടുത്ത കാല്. ഓക്കെ, മുകളിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾ ബ്രീത്ത് ഔട്ട് ചെയ്യുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. സാവധാനം താഴോട്ട് കൊണ്ടുവരിക. കൺട്രോൾ. ബ്രീത്ത് ഔട്ട് ചെയ്യുക, ബ്രീത്ത് ഇൻ ചെയ്യുക. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ചിട്ട് ആവർത്തിക്കാം. നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോകാം. അടുത്ത വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതേ പൊസിഷനിൽ കിടക്കാം. അതിനുശേഷം നിങ്ങളുടെ 2 കാലുകളും ഇതേ കണക്ക് മടക്കി ഉയർത്താം. ഈ ഒരു പൊസിഷനിലായിരിക്കണം കാലുകൾ. ഓക്കെ, അതിനുശേഷം
ഇതേപോലെ ഓരോ കാലുകളായിട്ട് പതുക്കെ താഴ്ത്താം. ഇതേപോലെ കണ്ടില്ലേ? നൈസ്. താഴോട്ട് കൊണ്ടുവരുന്ന സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യണം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ. ഇതേപോലെ നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യാം. നിങ്ങൾക്ക് 10 പ്രാവശ്യമോ 15 പ്രാവശ്യമോ എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതേപോലെ ചെയ്യാവുന്നതാണ്. ഓക്കെ. തുടക്ക സമയത്ത് വളരെ കുറച്ച് എണ്ണം മാത്രം നമ്മൾ ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് ദിവസം കൂടുന്തോറും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു എണ്ണം കൂട്ടിക്കൊണ്ട് വരാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഓക്കെ. അടുത്ത വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേ കണക്ക് കാലുകൾ മടക്കി ഇതേപോലെ നിങ്ങളുടെ കൈകൾ നിവർത്തി കിടക്കാം. അതിനുശേഷം ഇതേപോലെ ഓക്കെ, നിങ്ങളുടെ ഏത് ഭാഗത്തെ കാലാണോ ഉയരുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ കൈ വേണം ആ ഒരു ഭാഗത്തോട്ട് പോകാനായിട്ട്, ആ ഒരു കാലിൻ്റെ ഭാഗത്തോട്ട് പോകാനായിട്ട്. ഓക്കെ, നൈസ്. ഇതേപോലെ ഇത് വളരെ നല്ല ഒരു വ്യായാമമാണ് നിങ്ങളുടെ കോർ മസിലിനെ ശക്തിപ്പെടുത്താനായിട്ട്. ഓക്കെ, നൈസ്. ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട്. നൈസ്. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. താഴോട്ടുകൊണ്ടൊരു സമയത്ത് ബ്രീത്ത് ഇൻ ചെയ്യുക. ഇതേപോലെ നിങ്ങൾ ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ചിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഒരു വർക്കൗട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഇന്നത്തെ. ഓക്കെ, അപ്പം ഇത് വളരെ കുറച്ച് വ്യായാമങ്ങൾ മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. ഇത്രയും വ്യായാമങ്ങളല്ല, ഇനിയും നമുക്ക് വ്യായാമങ്ങളുണ്ട്. അപ്പോൾ ഈ വർക്കൗട്ടുകൾ നിങ്ങൾ തുടക്ക സമയത്ത് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ബെനിഫിറ്റ് ആയിരിക്കും, വളരെ പ്രയോജനമായിരിക്കും. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാൻ മറന്നു പോകരുത്.